ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഇന്നും വന്നിരിക്കുന്ന ഹൊറർ ഗെയിമാണ്. നമ്മൾ 60 കോയിൻസും കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് കളിക്കുന്ന ഈവിൾ നണ്ണാണ് ഗൈസ്. അപ്പം ഈവിൾ നൺ ദ ഫസ്റ്റ് ആണ് ഗൈസ്. ഈവിൾ നണ്ണ് ബ്രോക്കൺ മാസ്ക് PC മാത്രമേ കിട്ടത്തുള്ളൂ. ഒക്കെ ഞാൻ പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്ത് വെറുതെ നാണം കിട്ട തുന്നമ്പാടി വന്നതാണ്. ഈവിൾ നണ്ണ് 2 ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അതും കളിക്കാം. ബട്ട് ഞാൻ ഈ കൾപ്ലേറിയൻസ് അങ്ങനെ ഉണ്ടാവില്ലേ ഇതിൻ്റെ ഈ ഡെവലപ്പറിൻ്റെ പേര് ഷോ അഡ്വർടൈസ്മെൻറ്റ്സ് എനിക്ക് കണ്ട. സോ ഗൈസ്, ഞാൻ ഈ മിസ്റ്റർ മീറ്റിംഗ് കാണാനൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ മിസ്റ്റർ മീറ്റും ഐസ്ക്രീമും ഒക്കെ എനിക്ക് ലോഡ് ആകുന്ന പോലെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് മിസ്റ്റർ മീറ്റും ഐസ്ക്രീമും ഒന്നും കളിക്കാൻ പറ്റത്തില്ല, കാരണം ഈ ഫോൺ ഇച്ചിരി ഓൾഡാണ്. പുതിയ ഫോൺ മേടിച്ചിട്ട് എല്ലാം കളിക്കാം ഗൈസ്. ഐസ്ക്രീം എല്ലാ എപ്പിസോഡ്സും ഞാൻ കളിക്കുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. നമ്മൾ 400 ആണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പ്ലേ ആക്കിയിട്ടുണ്ട്. പ്ലേ നമ്മൾ ഗോസ്റ്റ് ഒന്നുമില്ല, ഈസി കൊടുക്കണം. വീഡിയോ ഞാനിവിടെ ഹാർഡ് ഇട്ട് ചുമ്മാ കളിച്ചിട്ട് ചത്ത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഗെയിം പ്ലേ. ഞാൻ ചുമ്മാ കളിച്ചതേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എസ്കേപ്പ് പഠിക്കാനൊക്കെ കുറച്ച് കാര്യം ഞാൻ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കി നോക്കാം ഗീസ്. എടേ ഏതോ ഒരു മാതിരി ഒരു തള്ളയായിട്ട് വരുന്നുണ്ട്. ഈ പെണ്ണുമ്പിള്ള എന്തിനാണ് ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുക്കുന്നത്? ഇവർക്ക് തലയ്ക്കകത്ത് എന്ത് വേണിരിക്കുന്നത്? പൊതിച്ചോറോ തലച്ചോറോ? കമൻറ്റ് പ്ലീസ്. ഈ ഗെയിം കളിച്ചിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക ഗൈസ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കളിക്കണേ. ഇപ്പോൾ ഇവിടെ തള്ള കാണും. ഞാൻ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതാണ് ഗൈസ്, അല്ല ഞാൻ കളിച്ച് മനസ്സിലാക്കിയതല്ല. ഐ എം നോട്ട് ലൈയിങ് ഗൈസ്. ആഹാ, ഇവരുടെ പല്ല് നോക്കി ഇവരെപ്പോഴും ഇളിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. ഇതിനെപ്പറ്റി ഇവക്കൊരു പേരിടണം ഗൈസ്. തങ്കമ്മ വേണ്ട, ഇതൊരു നോർമൽ പേരാണ്, എനിക്കറിയില്ല. എന്തിടണം? സുരാജിനി. ഐ ആം സച്ചു ആൻഡ് ഐ എം ഗോയിങ് ടു ബി ഗുഡ്. I have to be good. I am Sachu and I am going to be good. Yes guys, നമ്മൾ going to be good ആണ് guys. അപ്പം I have to be good. I am Sachu and I am going to be good. ഏതായാലും വന്ന പടി നമുക്ക് പുറത്തോട്ടിറങ്ങാം ഗൈസ്. കാരണം എടേ കുനിയടേ, വന്നിട്ടുണ്ടടേ, ഒന്ന് വേഗം പോണ്ടേ. ഇതാണ് എന്തിനടെ ഇങ്ങനെ? പക്ഷെ എനിക്ക് വീടും കിടന്നത് അത്ര പരിചയമില്ലയാ. ഈ തള്ള കുനിഞ്ഞു വരും ഗൈസ്. ഈ തള്ള മറ്റേ ഗ്രാനിയെ പോലത്തെ കൂന് പിടിച്ച തള്ളയൊന്നുമില്ല. ഇവർക്ക് കൂനുണ്ട്, പക്ഷേ ഇവർ കുനിഞ്ഞും വരും ഗൈസ്. പ്രോയാണ്. ഇവിടെ ആയിരിക്കും ആ തള്ള സ്ഥിരം വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടാ പൊന്നമ്മൂമ്മ അവരെ കണ്ടിട്ടുണ്ട്. ഞാനിച്ചിരി പ്രോ ആയതുകൊണ്ട് പിന്നെ വലിയ സീനില്ല ഗൈസ്. പുറകിലുണ്ട് അവർ. എവിടെ പുറകിലുണ്ടാ അവർ? എൻ്റെ മോനെ കള്ളപ്പന്നി എൻ്റെ പുറകെ വരുന്നു. ഇവിടെ എന്തൊക്കെയോ സാധനം നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട് ഗൈസ്. പക്ഷേ നമ്മളിച്ചിരി പ്രോ ആയതുകൊണ്ട് വലിയ സീനില്ലാണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ നൈസായിട്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചിരി പ്രോ ഗെയിമിങ് തന്നെ കളിച്ചേക്കാന്ന് വച്ച് ഗൈസ്. അപ്പം ചൂല് ബ്രൂം കിട്ടി ഗൈസ് ഫസ്റ്റ് തന്നെ. നല്ല കാര്യം. നമുക്കിനി ഫ്യൂസും കൂടെ വെക്കണം ഗൈസ്. ഫ്യൂസും കൂടെ ഉണ്ടല്ലോ നടക്കത്തുള്ളൂ. നമുക്ക് ഫസ്റ്റ് തന്നെ ബ്രൂമും കള്ളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു മാങ്ങാണ്ടിയില്ല, ഇവിടെ ഒരു മാങ്ങാണ്ടിയില്ല. ഇനി ഇവിടെ എന്തെങ്കിലും മാങ്ങാണ്ടിയില്ല, അവിടെ ഒരു തേങ്ങാണ്ടിയില്ല, ഇവിടെ ഒരു തേങ്ങയില്ലടേ. സോ ഫസ്റ്റ് തന്നെ ബ്രൂം കിട്ടി ഗൈസ്. ലെറ്റ്സ് ഗോ. ദാറ്റ്സ് നൈസ് ബ്രദർ. I am a pro. Let's finish it. ഗൈസ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇച്ചിരി സീനാണ്. 4 മിനിറ്റിലൊക്കെ എസ്കേപ്പ് ചെയ്ത് എടുത്തോരടി വരുന്നത്. എൻ്റെ അമ്മോ, സോറി എവിടെ ഇവരേത് ഇവിടുന്ന് എവിടെ വന്നേ? ഇതെന്ത് തേങ്ങയാണ് ഗൈസ്. നമ്മുടെ 60 കോയിൻസ് കൊണ്ട് നമുക്ക് ലൈഫ് നീട്ടി എടുക്കാം ഗൈസ്. നമ്മളൊരു കഴിവ് ഏറിപ്പോയുണ്ട്. നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒന്ന് എഴുതി തീർക്കടോ തൻ്റെ എംബോസിഷൻ. ബോർഡ് നിറയെ എംബോസിഷൻ എഴുതുന്നു. കൊള്ളാം. എന്തിനടെ നീ എംബോസിഷൻ? നാണമില്ലേടോ തനിക്ക്? ആ തള്ള ഇപ്പോൾ ഇവിടെ നിന്ന് ഓടി വരുന്നതിന് മുമ്പ് ഒന്ന് സാമാനം ഇടും വേഗം. ഇവിടെ നിന്ന് ഇടറേ എൻ്റെ ബ്രൂം. അവരിപ്പോൾ മണ്ടയ്ക്കെന്ന് വരും കേസ്. അവർക്ക് മണ്ടയ്ക്കാണ് അവരുടെ സുഖവാസം. എനിക്കറിയാം, അവർ മണ്ടയ്ക്കായിരിക്കും സ്ഥിരം ഇരിക്കണേ. അവരിവിടെ ഉണ്ടെങ്കിൽ അറിയില്ല. അവരെന്തിനാണ് ഈ മണ്ടയ്ക്ക് കയറിയിരിക്കണേ? വാട്ട്? അവരതിൽ അങ്ങോട്ട് പോയില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് തപ്പാം കേസ്. അവരിറങ്ങി വരുവാണെങ്കിൽ നമുക്ക് ഇട്ട് കറക്കാനൊന്നും പറ്റില്ല കേസ്. ഇവർക്ക് ഈ ഡോറ് തുറക്കാം. നിങ്ങൾക്കറിയാം, ഇവർക്ക് ഈ ഡോറ് തുറക്കാൻ പറ്റുന്നത്, ഈ ഡോറ്. പക്ഷേ നമുക്കത് തുറക്കാൻ പറ്റില്ല, കാരണം അവരുടെ കയ്യിൽ എന്തുണ്ട്? കീ. മനസ്സിലായോ എൻ്റെ പൊന്നമ്മ? നിങ്ങൾ മണ്ടക്കുണ്ടോ? ഞാനിപ്പോൾ മണ്ടക്കോട്ട് പോകുമ്പോൾ അവരുടെ തലക്കിട്ട് മിക്കവാറും അടിക്കും കേസ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ അവരില്ല കേസ്. അവരവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇവർ ഷോട്ട് ഇന്ന് മിക്കവാറും എസ്കേപ്പായ തന്നെ. ഞാൻ എവിടെ ഇരുന്നാണ് ബ്രോ ഇങ്ങനെ? എന്ത് പ്രോയാണ് ബ്രോ ഞാൻ? താനെന്തോ എന്നെ കളിപ്പിക്കുന്നു. അവിടെ ഇവരെന്തിനടി ഇങ്ങനെ? നമുക്ക് ആ മണ്ടയ്ക്ക് പോയി ഗ്ലാസ് ഫ്യൂസും കൂടെ എടുത്തു തന്നെ എസ്കേപ്പ് ആകാൻ. അല്ല, ഗ്ലാസ് ഫ്യൂസ് അല്ലല്ലോ, ഇലക്ട്രിസിറ്റിയും കൂടെ എടുത്തു തന്നെ നമുക്ക് എസ്കേപ്പ് ആകാൻ എളുപ്പമാണ് ഗൈസ്. ഇവരെവിടെയാണ്? ഇവർ മണ്ടയ്ക്കാണോ? എനിക്ക് അറിയില്ലടാ.
ഇവരെവിടെ പോയിരിക്കുന്നു? ഒരു മണ്ടക്കാണെങ്കിൽ അറിയത്തുമില്ല. ഇത് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തുന്നുണ്ട്. അവരതായാലും എപ്പോഴും ഇവിടെ ഒന്നും വരാൻ ചാൻസ് ഇല്ല ഗൈസ്. അപ്പോൾ ഇവിടെ കൂടെ നമുക്ക് തപ്പി നോക്കാം ഗൈസ്. എന്താണ് എന്തൊക്കെയോ സാധനം ഇവിടെ ഉണ്ട്. അവരെവിടുന്നാടെ വരണേ? അവർ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഇതിലേ കൂടാണ് നമുക്ക് പോകേണ്ടത് ഗൈസ്. കാരണം ഇവർ ഹായ് കണ്ട് ഇവരടിയിൽ കൂടെയും വരും. അതുകൊണ്ട് ഇച്ചിരി സീനാണ്. ടോയ്ലറ്റിലുണ്ട്, നമുക്കിപ്പോൾ കയറണ്ട. ഓ, നമ്മളെവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയ്ക്കോട്ട് കയറാം. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. മണ്ടയ്ക്കോട്ട് പോവാണ് ഗൈസ്. കാരണം അവർ മണ്ടയ്ക്ക് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ബ്രൂമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കയ്യിൽ. നമുക്ക് ഇങ്ങോട്ട് വേണം ഗൈസ് ഇറങ്ങാനായിട്ട്. അതാണ് ഇങ്ങോട്ട് പോകണം നമുക്ക്. അവരിനി ഇതിലേ കൂടെ വരുമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. വാട്ട് ബ്രദർ വാട്ട് ദ ഹെൽ ബ്രോ? കിട്ടി ഗൈസ് നമുക്ക് ഗ്ലാസ് ഫ്യൂസ് അല്ല ഇതും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടെ ഇവരിട്ട് വട്ടം കറക്കിക്കൊണ്ട് പോകാനൊന്നും എന്നെ കൊണ്ട് നടക്കില്ല ഗൈസ്. ഇത് എന്തരുടെ ഒന്ന് വേഗം വേണ്ടോ? ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട് ഗൈസ്. എന്ത് കേബിൾ? സ്മോൾ കേബിളാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് എന്ത് കേബിളെന്ന് എനിക്കറിയുന്നുണ്ട്. ഇവരിഞ്ഞി പുറകിൽ വരും. ഒന്ന് വേഗം വേണ്ടോ? ഇവരെ ഒന്ന് സിമ്പിളായിട്ട്. ഇത് ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ഇത് ലാസ്റ്റ് ഡേ കൊണ്ട് ഞാൻ എസ്കേപ്പ് ആവുമോ? നിങ്ങൾ പറയൂ, ലാസ്റ്റ് ഡേ കൊണ്ട് ഞാൻ എസ്കേപ്പ് ആകുമോ? എനിക്കറിയാം ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ലാഗ് അടിക്കുന്നുണ്ട് എന്ന്. ബട്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്? തള്ളച്ചി ഇച്ചിരി സീനായിപ്പോയി. വാട്ട്? തള്ളച്ചി ഇച്ചിരി സീനാണ് ഗൈസ്. അതുകൊണ്ട് ഇച്ചിരി വെടക്ക് സ്വഭാവമുള്ളൊരു തള്ളയാണ് കേട്ടാ. ശരിക്കും ഒരു വെടക്ക് സ്വഭാവമുണ്ട് ഇവർക്ക്. ഞാനിപ്പോൾ വരുമെന്നാൽ ഞാൻ താഴോട്ട് ഇടും, അത്രേ ഉള്ളൂ. വേറൊന്നും ഞാൻ ചെയ്യില്ല. ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്ന് വന്നാൽ മതിയായിരുന്നു. ഇവരിത് എവിടെയടേ? അല്ലാത്തപ്പോൾ ഇവർ അതിലെ കൂടെ ഓടിയും പിടിച്ചൊക്കെ വരും. ഞാനിപ്പോൾ അങ്ങോട്ട് പോയവർ ഹായ് അവരെ ഞാനവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നല്ല കാര്യം. അവർ ഞമ്മക്കിനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതിനടിയിലോട്ട് നൈസായിട്ട് പോകാം ഗൈസ്. അപ്പം അവരപ്പം അതിലെ കൂടെ വരും. അപ്പം സിമ്പിളായിട്ട് നീക്കങ്ങൾ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതിലെ കൂടെ വരും. അവിടെ എല്ലാം സീനുണ്ട്. അവിടെ ഇപ്പോൾ ഇതിലെ കൂടെ വരുമെന്നൊരു ഡൗട്ട്. ഇങ്ങനെ വെക്കാം ഗൈസ്. അപ്പം 2 സ്ഥലവും കാണാമല്ലോ. ഇടയ്ക്ക് കാറ് പോകുന്ന ശബ്ദമൊക്കെ കേൾക്കാം. എവിടെ നിന്ന് പോകണമെന്നറിയില്ല. എടേ ലാസ്റ്റ് ഡേ കൂടെ പിടിച്ചാൽ തീഞ്ഞ്. അവരെന്നെ കണ്ടിട്ടുണ്ടോ ഗൈസ്? അവരടിയിൽ കൂടെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് നൈസടിഞ്ഞ് മണ്ടക്കിട്ട് പോകാം. വേഗം ഒന്ന് ഏക്കടോ. ആമയെപ്പോലെ അവൻ വരുന്നേ. എന്നേക്ക് എന്തുവാ ചെയ്യേണ്ടെന്നറിയോ? ഒന്ന് വേഗം പോവാമോ ആൻറ്റി? അല്ല ഞാൻ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഗൈസ്. ഇപ്പം ഈ ഗ്യാസ് ഇതെല്ലാം കൂടെ ഓപ്പണാണ്. ഇത് നമുക്ക് മനസ്സിലായല്ലോ. ഇതെല്ലാം കൂടെ ഓപ്പണായി വരും. അപ്പോൾ ഒച്ചങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അവരെ കണ്ട് വായി നോക്കിയിരിക്കണം. ഇവിടെ ഒരു സാത്താനാണ് ഇവർ. ഞാനിപ്പോൾ അത് ഗ്യാസ് അല്ലല്ലോടെ, സ്മോൾ കേബിൾ കൊണ്ട് വെച്ചപ്പോൾ ഇലക്ട്രിസിറ്റി ഓൺ ആയിട്ടുണ്ട്. നമുക്കിനി ഡോറ് തുറക്കാം. ഇനി അവിടെ കൂടെ എടുക്കാനായിട്ട് മറ്റേ ബ്രൂം എടുത്തിട്ട് കീ മാത്രം എടുത്താൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും ഗൈസ്. ലെറ്റ്സ് ഗോ. ഇച്ചിരി എളുപ്പമായിട്ടുണ്ട് കാര്യം. അവിടെ ബ്രൂം എന്ത് ചെയ്യുമോ? ബ്രൂം അവിടെ ഉണ്ട് ഗൈസ്. ബ്രൂമൊക്കെ അവിടെ ഉണ്ട്. നല്ല കാര്യം. ഇനി ഇതെടുത്തിട്ട് ഒരു ടിഫിൻ എടുക്കണം. അതിനകത്തുനിന്ന് കീ എടുത്ത് നൈസായിട്ട് എസ്കേപ്പ് ആകാം ഗൈസ്. നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. ഞാൻ ഈയിടെ എസ്കേപ്പ് ആകാൻ നോക്കി, പക്ഷെ നടന്നില്ല. കാര്യമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത്. ഈ പെണ്ണും പിള്ള എന്തോ എടുക്കുന്നു. ഇനി അവർ സ്റ്റെപ്പ് കയറി വരും. ഇനി ഇവരിവിടെ നിന്ന് നാമം ചെല്ലുവാണ്. അല്ലല്ല ഒരിക്കലുമില്ല. ഗൈസ് പിന്നെ ഇവരുടെ കുണ്ടിക്കിട്ട് നമുക്ക് തീ ഇടാൻ പറ്റും ഗൈസ്. ആ കമ്പെടുക്കുക, അവരുടെ കുണ്ടി പോവുകയും ചെയ്യുക. പിന്നെ അവിടെ ഒരു സാധനം വരും. ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് നടന്നില്ലേ. ഞാൻ അവരുടെ കുണ്ടിയിലോട്ട് സാധനം ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷേ അവർക്ക് തീ പിടിച്ചില്ല. അതുകൊണ്ട് അവരുടെ കുണ്ടി തന്നെ പോയിന്റ് ചെയ്തിടണമെന്ന് തോന്നുന്നു ഗൈസ്. എനിക്കറിയില്ല. ഏതായാലും നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ പ്രോ ആണല്ലോ. ഹോ നമുക്ക് എസ്കേപ്പ് ആകാനുള്ള സാധനം കുറച്ച് കിട്ടിയിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ബ്രൂമാണ് ഏറ്റവും ആവശ്യം. അടിയിൽ പോയാലും നടക്കത്തുള്ളൂ. ഈ തള്ളച്ചി ഇത് എവിടെ? ഇവരിത് എവിടെയടേ? തള്ളച്ചിയെ കൊണ്ട് വലിയ ശല്യമായി ഗൈസ്. ഇവരിത് എവിടെ? ഇവിടെ ഹൈഡ് ചെയ്യാം ഗൈസ്. ഉണ്ട് ഇവിടെ കോയിൻസ്. ടേക്ക് ദ കോയിൻസ്. ഐ ഗോട്ട് 70. ലെറ്റ്സ് ഗോ. എടേ ഒന്ന് വേഗം വാടേ. ഞാനിപ്പോൾ അടിയിലോട്ട് ചാടി അവരുടെ എൻ്റെ അന്ത്യമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? എൻ്റെ അന്ത്യമായിരിക്കും. അവരവിടെ ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. വരുവാണെങ്കിൽ ഞാൻ നൈസായിട്ട് താഴോട്ട് ഇടും. തീ ഇട്ടാലും നമ്മൾ ചാകും ഗൈസ്. ആണാണെ ഇറങ്ങി ചെല്ലണം എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാനേതായാലും ചെല്ലണയാണ് ഗൈസ്.
ഇവിടെ ഇവനെ കാണുന്നില്ല ഗൈസ്. അപ്പം നമ്മൾ ഏതായാലും ചെല്ലുവാണ്. ചെല്ലണയാണ് ഗൈസ്, ചെല്ലണയാണ്. കണ്ട് അവരെ കണ്ടിട്ടുണ്ട്. തുറക്കടാ, തുറക്കടാ, എന്നിട്ട് ഓടിക്കോ. അവരവിടെ ഉണ്ട്. നമുക്കിനി അടിയിലോട്ട് കയറാം. പ്രോ ആയി ഗൈസ്, നമ്മൾ പ്രോ ആയി. ഈവൾ പ്രോ ഗെയിമിംഗ് ആണ് നമ്മൾ. ഇനിയും ഈവൾ കട്ട പ്രോ ആയിട്ടാണ് ഞാൻ ഇനി കളിക്കണേ. നീ വഴി കണ്ടുപിടിക്കണേ, ഏതിലേക്കൂടെ പോവാന്തോ. എടാ അതോ വഴി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വഴികളൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇനി നമ്മളതുകൊണ്ട് ഇവിടെ വരേണ്ട കാര്യമില്ല, നമുക്ക് മണ്ടയ്ക്കോട്ട് പോകണം ഗൈസ്. ഗൈസ് ഇത് മറ്റേ സ്ഥലമാണ് ഗൈസ്, നമ്മുടെ ബാസ്കറ്റ് ബോൾ. ഇവിടെ ഒരു കൊച്ചിനെ തൂക്കിയിട്ടിട്ടുണ്ട്, കണ്ട. കൊച്ചാണോ അതോ അവിടെ ബാസ്കറ്റ് ബോൾ കളി? സ്കൂളാണോ ഗൈസ്? എനിക്ക് മനസ്സിലാകുന്നില്ല. വാട്ട്? ഓ ഗൈസ് ഒന്ന് വേഗം ഇറങ്ങൂ. അമ്മോ മക്കളി, ഓ തളച്ചി. ഡിസ്കോ കുനി പിടിച്ച തള്ളച്ചി. ഒന്ന് പോവാ. നിങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിപ്പോൾ ടൈമില്ല, മനസ്സിലായോ? ഇവനെ പറ്റിച്ച് കളിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട് ഗൈസ്. നമ്മളിനി ഇവിടെ കയറി സാധനം എടുക്കുക. ലെറ്റ്സ് ഗോ. എടാ ഒന്ന് കയറടേ. അവരെ ഇനി കാണണം. അവരെന്തിയുടെ ഡിസ്കോ. അവരവിടെ വരുന്നുണ്ട്. അവർ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാം ഗൈസ്, മനസ്സിലായല്ലോ? തള്ളച്ചി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ആ ടൈമിൽ നമ്മൾ നൈസായിട്ട് ഇവിടെ കയറുന്നു, കുത്തുന്നു, എടുക്കുന്നു. എടാ കേറ അമ്മൂമ്മ, എന്തരടേ തനിക്ക് കുഴപ്പം? ആ ടിഫിൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയ്ക്ക് പോയി എടുക്കണം. ഞാൻ നൈസിനാണ് എസ്കേപ്പ് ആയത് ഗൈസ്. ഞാൻ കിളവി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് സംശയമാണ്. അവരെവിടെയടേ പോയേ? ഇനി അവർ അവരവിടെ ഉണ്ട് ഗൈസ്. എന്ത് തേങ്ങയാണ്ട് ഇത്, സീനാണ് ഗൈസ്. ഈ അമ്മൂമ്മ ഇവർ ഗ്രാനിയെ പോലൊന്നും അല്ലല്ലേ. ഗ്രാനിയൊക്കെയാണ് മണി മുത്താണ് ഗൈസ്. ഗ്രാനിയൊക്കെ മുത്ത്, മനസ്സിലായല്ലോ? ഗ്രാനിയൊക്കെ വെറും മുത്ത്, മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞാൽ നോക്കാം, മനസ്സിലായോ? എനിക്ക് മനസ്സിലായാൽ മതിയല്ല, മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാകണ്ട. ചുമ്മാണ് ഗൈസ്, ഞാൻ പ്രോയാണ്. ഇതേ ഇനി അവർ വരുമോ ഇങ്ങോട്ടെങ്ങാനും? ഇപ്പം യോ എൻ്റെ അമ്മേ അയ്യോ. തള്ള പോയിട്ട് നമുക്ക് ടിഫിൻ കിട്ടിയിട്ടുണ്ട്. ഇനി മണ്ടയ്ക്ക് പോയി ടിഫിൻ താഴെ ഇടുക, കീ എടുക്കുക, എസ്കേപ്പ്. ഇനി ഇങ്ങോട്ട് ടിഫിൻ എടുത്ത് ഇടുക ഗൈസ്, മനസ്സിലായല്ലോ? എടാ ഇവിടുന്ന് ജമ്പ് ചെയ്യുന്നത് എങ്ങനെയാടാ? ഇവിടുന്ന് ജമ്പ് ചെയ്യണം, എനിക്ക് അറിയണം ഗൈസ്. ഇവിടുന്ന് ജമ്പ് ചെയ്യുന്ന എങ്ങനെ? ഞാൻ ജമ്പ് എങ്ങനെ ചെയ്യുന്ന? ഇവിടെ ഹൈഡ് ചെയ്യാനേ പറ്റുള്ളൂ, ജമ്പില്ല. വാട്ട്? അമ്മൂമ്മ വരുന്നുണ്ട്. ഞാൻ അവരെ കണ്ട് ഗൈസ്. പ്രോ ഗെയിമിങ് അല്ലടാ, ഞാനെന്ത് പ്രോ അല്ലേ ഗൈസ്? എനിക്ക് തന്നെ അഭിമാനം കൊള്ളും തന്നെ ഓർത്തിട്ട്. കീ എടുക്ക്, വേഗം പോയി കീ ഇടറ പൊട്ടാ. ഞാനിവിടെ കീയും കള്ളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇറങ്ങി പോയാൽ മതി ഗൈസ്. ഇനി ലെറ്റ്സ് ഗോ എന്നും പറഞ്ഞ് ഞാൻ വിടുവാണ്. കീയും കള്ളൊക്കെ കിട്ടി, എസ്കേപ്പിനുള്ള സംഭവം എല്ലാം ആയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. തള്ള ബൈ ഗൈസ്. എസ്കേപ്പ് ആകാൻ പോവാണ് ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇച്ചിരി പ്രോ എസ്കേപ്പ് ആയിരുന്നു ഗൈസ്. ഈസി മോഡിലാണെങ്കിലും നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. 70 കോയിൻസ്. നമ്മൾ ആകെ രണ്ട് ഡെത്ത് എടുത്തിട്ടുള്ളൂ ഗൈസ്. സീനില്ല. അപ്പം ലെറ്റ്സ് ഫിനിഷ് ഇറ്റ്. നമ്മൾ കഴിഞ്ഞു. ഐ ഫിനിഷ്ഡ് ഗൈസ്. ഞാൻ തീർത്തിട്ടുണ്ട്. ഇവളെന്നെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റഡ്. അപ്പോൾ ഗൈസ് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഇനി എസ്കേപ്പ് കുറേ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് എസ്കേപ്പ് വേണമെങ്കിൽ കമൻറ്റ് ഇടുക ഗൈസ്. അപ്പം ഈവളിനാണ് എപ്പിസോഡ്സ് വേണമെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പം സബ്സ്ക്രൈബ് ടു 400. അടുത്ത വീഡിയോ കാണാം. ബൈ.